ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. താലിബാൻ അധികാരം പിടിച്ചടക്കിയപ്പോൾ പല ലോകരാഷ്ട്രങ്ങളും അഫ്ഗാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചു. ഇന്ത്യ ഒരു തന്ത്രപരമായ കാത്തിരിപ്പിന്റെ നയം സ്വീകരിച്ചിരുന്നു. അഫ്ഗാൻ ഭരണകൂടത്തെ നേരിട്ട് അംഗീകരിക്കാതെ തന്നെ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ചരടുവലികൾ രഹസ്യമായി തുടർന്നു. അഫ്ഗാനിസ്ഥാനെ മധ്യേഷ്യയിലേക്കും അതുവഴി ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു സുപ്രധാന കവാടമായി ഇന്ത്യ ഇന്നും കണക്കാക്കിയിരുന്നു. എന്നാൽ ഈ തന്ത്രപരമായ നീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് രൂപീകരിക്കുന്ന പുതിയ സഖ്യം. ഈ സഖ്യം മേഖലയിലെ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ആദ്യമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി കാബൂൾ സന്ദർശിച്ചത് ഈ പുതിയ ബന്ധത്തിന്റെ തുടക്കമായി വേണം കാണാൻ. അദ്ദേഹത്തിന്റെ വരവിന് ശേഷം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ധാരണയിലെത്തി. ചൈനയുടെ സ്വപ്ന പദ്ധതിയായ സിൽക്ക് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ് CPEC. ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിൽ നിന്ന് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലേക്കുള്ള ഗദ്ദാർ തുറമുഖത്തിലേക്ക് ചരക്ക് നീക്കം സുഗമമാക്കാൻ റെയിൽ അല്ലെങ്കിൽ റോഡ് പാതകൾ നിർമ്മിക്കുന്ന ഈ കൂറ്റൻ പദ്ധതിയുടെ മൂല്യം ഏകദേശം $6000 കോടി ആണ്. ഇതിൽ ഭൂരിഭാഗം പണവും മുടക്കുന്നത് ചൈനയാണ്. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചെയ്യേണ്ടി വരും. CPEC പാകിസ്ഥാന്റെ അധീനയിലുള്ള കാശ്മീരിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ഈ പദ്ധതിയെ ഇന്ത്യ സംശയത്തോടെയും അമർഷത്തോടെയും വീക്ഷിക്കുന്നതിനുള്ള പ്രധാന കാരണം. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഈ നീക്കത്തിനെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈനയുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നത് മേഖലയിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ കാബൂൾ സന്ദർശനത്തിന് പിന്നാലെ നടന്ന ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഈ സഖ്യം എത്രത്തോളം ദൃഢമാണ് എന്ന് വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദർ 3ാം തവണയാണ് താലിബാൻ ഭരണത്തിനു ശേഷം കാബൂളിൽ എത്തുന്നത്. ഈ സന്ദർശനങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി പുരാതന കാലം മുതൽക്ക് ശക്തമായ ബന്ധം പുലർത്തിയിരുന്നു. അഫ്ഗാൻ ജനതയുടെ മനസ്സിൽ ഇന്ത്യക്ക് വലിയ സ്ഥാനമുണ്ട്. അഫ്ഗാൻ പാർലമെന്റ് മന്ദിരം, ഹെറാത്ത് പ്രവിശ്യയിലെ സൽമ അണക്കെട്ട്, ഇറാനിലെ ചാബഹാർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന സാംബ്രജ് ഡെൽറാം ഹൈവേ എന്നിവയെല്ലാം ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെ പ്രതിരോധിക്കുന്നതിനായിട്ടാണ് ഇന്ത്യ ഇറാനിലെ ചാബഹാർ തുറമുഖം വികസിപ്പിച്ചതും അഫ്ഗാനിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന ഹൈവേ നിർമ്മിച്ചതും. ഇത് ഇന്ത്യക്ക് പാകിസ്ഥാനെ മറികടന്ന് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള സുപ്രധാന പാതയായിരുന്നു. എന്നാൽ CPEC അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ധാരണയായതോടെ ഈ നീക്കങ്ങളെല്ലാം ദുർബലമാകും. ചൈനയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനുമായുള്ള ഈ ബന്ധം ഒരു വലിയ തന്ത്രപരമായ വിജയമാണ്. ഇത് ചൈനയ്ക്ക് മധ്യേഷ്യൻ വിപണികളിലേക്ക് പുതിയ പാത തുറക്കുകയും ഒപ്പം മേഖലയിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. ഭീകരവാദത്തെ തുരത്താനുള്ള പോരാട്ടത്തിൽ ചൈനയും റഷ്യയും അഫ്ഗാനിസ്ഥാനുമായി കൈകോർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണം വരുന്നത് വലിയ നേട്ടമാണ്. എന്നാൽ അഫ്ഗാൻ ജനതയുടെ മനസ്സിൽ ചൈനയോടും പാകിസ്ഥാനോടും വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയേണ്ടതുണ്ട്. താലിബാനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം ആഗോള അംഗീകാരം നേടുന്നതിനുള്ള ഒരു മാർഗമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട താലിബാൻ ഭരണകൂടത്തിന് ചൈനയുടെയും പാകിസ്ഥാനിന്റെയും സഹായം അത്യന്താപേക്ഷിതമാണ്. ഇത് അവർക്ക് സാമ്പത്തിക സഹായവും നയതന്ത്രപരമായ പിന്തുണയും നൽകും. ഈ സഹായം ലഭിക്കുന്നതിലൂടെ അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും സ്ത്രീവിരുദ്ധ നയങ്ങളുടെയും പല അന്താരാഷ്ട്ര വേദികളും അവഗണിച്ചേക്കാം. അഫ്ഗാൻ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇത് വലിയ വെല്ലുവിളിയാകും.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വളരെ സങ്കീർണമാണ്. ചരിത്രപരമായി അഫ്ഗാനിസ്ഥാനുമായി ഉണ്ടായിരുന്ന ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പാകിസ്ഥാൻ ചൈന സഖ്യത്തെ എങ്ങനെ നേരിടുമെന്നതാണ് ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. CPEC അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള നീക്കത്തെ നേരിടാൻ ഇന്ത്യക്ക് ബദൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ഇറാനുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചാബഹാർ തുറമുഖത്തിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമാണ്. ഒപ്പം താലിബാനുമായി ചർച്ചകൾ തുടരുന്നത് നിർണായകമാണ്. അഫ്ഗാനിലെ ജനങ്ങൾക്ക് ഇന്ത്യയോടുള്ള മതിപ്പ് നിലനിർത്താൻ മാർഷിക സഹായങ്ങൾ തുടർന്നും നൽകുന്നത് ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കും. നിലവിലെ സാഹചര്യം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. പാകിസ്ഥാനും ചൈനയും അഫ്ഗാനിസ്ഥാനുമായി ഉണ്ടാക്കിയ സഖ്യം ഇന്ത്യയെ ഈ മേഖലയിൽ ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഇത് ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഭീഷണിയാണ്. ഈ വെല്ലുവിളിയെ ഇന്ത്യ എങ്ങനെ നയതന്ത്രപരമായി നേരിടുമെന്ന് വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കും.